ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാൻ വേണ്ടി ഒന്ന് മൈസൂർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു സ്ഥലമുണ്ടായിരുന്നു, ക്യാറ്റ് മ്യൂസിയം. അപ്പം ക്യാറ്റ് മ്യൂസിയം എന്ന് കേട്ടപ്പോൾ ഭയങ്കര ക്യൂരിയസ് ആയി. അപ്പം നമ്മൾ അവിടെ പോയി. അവിടെ എന്ന് പറഞ്ഞാൽ ക്യാറ്റ് ലവേഴ്സിന് പറ്റിയൊരു സ്ഥലമാണ്. അവിടെ ലെപ്പോർഡ് ക്യാറ്റ്, ടർക്കിഷ് ക്യാറ്റ്, ഹിമാലയൻ ക്യാറ്റ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ വെറൈറ്റീസ് ഓഫ് ക്യാറ്റ്സും ഉണ്ട് കേട്ടോ. ഈ ക്യാറ്റ്സ് ഇങ്ങനെ ഗ്ലാസിൻ്റെ ഉള്ളിലല്ല കേട്ടോ ഉണ്ടാവുക. അവർക്ക് പുറത്ത് ഒരു കേജ് ഉണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ ടണ്ണൽ പോലെ ഒരു ഇതാണ്. അപ്പോൾ അവർക്ക് കാറ്റ് കൊള്ളേണ്ട സമയം പുറത്ത് പോയി കാറ്റ് കൊള്ളാം. അവിടെ ടിക്കറ്റ് വേറെയും, പിന്നെ ക്യാറ്റ്സിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനും അതിനെ നമുക്ക് പെറ്റ് ചെയ്യാനും വേണ്ടി വേറെ ഒരു 50 എക്സ്ട്രാവും കൊടുക്കണം കേട്ടോ. എനിക്കവിടെ ഏറ്റവും ഇഷ്ടമായത് ഹിമാലയൻ ക്യാറ്റിനാണ്. നമ്മൾ അവിടെ 15 വെറൈറ്റീസ് ഓഫ് ക്യാറ്റ്സിനാണ് കേട്ടോ കണ്ടത്. ഇത് അവിടുത്തെ ഒരു ലേസി ക്യാറ്റാണ്. എണീക്കുന്ന പോലില്ല, എണീച്ചപ്പം തന്നെ കിടന്നുറങ്ങുന്നതാണ്. പിന്നെ അവിടെ കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ പറ്റി ഉണ്ടായിരുന്നു. ടോം ആൻഡ് ജെറി, ഡോറെമോൻ, ടോക്കിംഗ് ടോം, ഹലോ കിറ്റി, അങ്ങനെ നമ്മൾ കാണുന്ന കാർട്ടൂൺസിൻ്റെ പറ്റിയുള്ള ബോർഡ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ക്യാറ്റ്സിനെ പറ്റി നമുക്ക് കുറച്ചുകൂടിയും പുതിയ ഡീറ്റെയിൽസൊക്കെ കിട്ടും കേട്ടോ. പിന്നെ അവിടെ വാട്ട് ഈസ് ക്യാറ്റ്, എന്താണ് ഒരു ക്യാറ്റ് എന്നുള്ളതിനെ പറ്റി ഉണ്ടായിരുന്നു. പിന്നെ ലൈഫ് സൈക്കിൾ ഓഫ് എ ക്യാറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ക്യാറ്റിൻ്റെ ഏജ് നോക്കാനുള്ളൊരു ബോർഡ് ഉണ്ടായിരുന്നു. പിന്നെ ക്യാറ്റ് 4 ടൈപ്സ്, സോളിറ്റാബി അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഫാക്ട്സ് അബൌട്ട് ക്യാറ്റ്സിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ക്യാറ്റ് ബോഡി ലാംഗ്വേജ്, അത് ഞാൻ കുറേ കാലമായി നോക്കുന്നു, അപ്പോൾ ലാസ്റ്റ് കിട്ടി. പിന്നെ ക്യാറ്റ് ടെയിൽ ലാംഗ്വേജ് ഉണ്ടായിരുന്നു. പിന്നെ ഡീകോഡിങ് ഉണ്ടായിരുന്നു. വൈ യുവർ ക്യാറ്റ് മ്യൂസ് സോ മച്ച്. പിന്നെ വൈ യു ഷുഡ് ഗെറ്റ് എ ക്യാറ്റ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. പിന്നെ ക്യാറ്റ് സ്ലീപ്പിംഗ് പൊസിഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഹൗ ടു പിക്കപ്പ് എ ക്യാറ്റ്, ഒരു ക്യാറ്റിനെ എങ്ങനെ എടുക്കണം എന്നുണ്ടായിരുന്നു. സിംറ്റംസ് ഓഫ് എ സിക്ക് ക്യാറ്റ്, ടൈപ്സ് ഓഫ് ഇല്ലിനെസ് ഇൻ ക്യാറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ സൈൻസ് യുവർ ക്യാറ്റ് ലവ്സ് യു അതുണ്ടായിരുന്നു. പിന്നെ ബേസിക് ട്രിക്സ് ഫോർ ക്യാറ്റ്സ് പോസ്, ഷേപ്പ് ആൻഡ് പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഓരോ ക്യാറ്റ്സിൻ്റെ ജെൻഡർ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഇത് ഓരോ ക്യാറ്റ്സിനെ പറ്റി ഉള്ളതാണ് കേട്ടോ. അവിടെ ഒരുപാട് ക്യാറ്റ്സിനെ പറ്റി ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് റൂം ആ ഒരു ക്യാറ്റ് മ്യൂസിയത്തിൽ തന്നെ. അവിടെ ക്യാറ്റ് സ്കൾപ്ചേഴ്സ്, പിന്നെ ക്യാറ്റ്സിൻ്റെ പെയിൻറ്റിങ്സ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നേ. ഇത് ക്യാറ്റ്സിൻ്റെ വിഷനും ഹ്യൂമൻ വിഷനുമാണ്. ഇപ്പോൾ ഹ്യൂമൻസിന് ഇങ്ങനെയാണ് കാണുക, കളർഫുൾ ഉണ്ടായിരിക്കും. പക്ഷേ ക്യാറ്റ്സിന് കുറച്ചുകൂടിയും ഒരു യെല്ലോയിഷ് കളറിലാണ് ബേർഡിനെ കാണുന്നത്, കുറച്ചുകൂടി ഡാർക്കായിട്ടാണ് കാണുന്നത്. ഇതൊരു ഡാർക്ക് റൂമാണ്. അവിടെ കൂടുതൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അധികം ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. അവിടെ വോൾമേൽ എല്ലാ ലാംഗ്വേജസിലും ഉണ്ട് കേട്ടോ ക്യാറ്റ്സിന് പറയുന്നത്. പിന്നെ ഇതാണ് ഏറ്റവും ലാസ്റ്റത്തെ റൂം. ഇനി നമുക്ക് ക്യാറ്റ്സിന് പുറത്തുനിന്നാണ് കാണാൻ പറ്റുക. അതാണ് കേജ്, അവരുടെ കാറ്റും മഴയൊക്കെ കൊള്ളാനുള്ള ആ ഒരു സ്ഥലം. ഇത് അവർക്ക് ആ ഗ്ലാസ് റൂമിൽ നിന്ന് വരാൻ വേണ്ടി ടണ്ണലുണ്ട്. ആ ഗ്ലാസ് റൂമിൽ നിന്ന് ടണ്ണലിൻ്റെ ഉള്ളിൽ കൂടെയാണ് അവരിറങ്ങി ഈ എല്ലാ കേജുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതാണ് അവിടുത്തെ എനിക്കും എൻ്റെ ഫാമിലിക്കും ഏറ്റവും ഇഷ്ടമായ ഒരു ക്യാറ്റ് കേട്ടോ. അതിൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് കരച്ചിൽ വരും, അത്രയും ഒരു
പാവം ലോൺലിനെസ് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഭയങ്കര സങ്കടമുള്ളൊരു ഫേസാണ്. കുറേ നമ്മളടുത്ത് എത്താൻ നോക്കി, പക്ഷേ കേജ് ആയതുകൊണ്ട് പിന്നെ അവിടുത്തെ കയറി ഇവിടേക്ക് വന്ന് നമ്മളതിനോട് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും അങ്ങനെ കളിക്കുന്നതാക്കുന്നൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ പുറത്തത്തെ വോൾമേൽ കുറേ ക്യാറ്റിൻ്റെ ഡൂഡിൽസ് ഉണ്ടായിരുന്നു. ഈ ക്യാറ്റിൻ്റെ കൂടെയാണ് നമുക്ക് 50 റുപ്പീസ് കൊടുത്തിട്ട് പെറ്റ് ചെയ്യാനും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുക. അപ്പം ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആയിട്ട് വേണമെങ്കിൽ ഇത് നോക്കിക്കോളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.